നിങ്ങളൊരു PSC ഉദ്യോഗാർത്ഥിയാണോ? എങ്കിൽ ഞാൻ 3 ചോദ്യങ്ങൾ ചോദിക്കാം. 1. ലിവറിനെ കുറിച്ചുള്ള പഠനം. 2. ബ്ലഡിനെ കുറിച്ചുള്ള പഠനം. 3. ആംഫിബിയൻസിനെ കുറിച്ചുള്ള പഠനം. ഉത്തരം കിട്ടിയോ? ഹെപ്പറ്റോളജി, ഹെമറ്റോളജി, ഹെർപ്പറ്റോളജി. ഇതുപോലെ തിരിഞ്ഞു പോകുന്ന ഒരുപാട് ടേംസ് ഉണ്ട് ബയോളജിയിൽ. ഇനി നമുക്ക് തെറ്റാതെ പഠിക്കാം. ഹലോ, നമസ്കാരം. ബയോളജി എന്ന് പറയുന്ന സെക്ഷനിൽ PSC ഒരുപാട് ട്വിസ്റ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ട്വിസ്റ്റഡ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് എന്ന് വെച്ചാൽ, സിമിലർ ആയിട്ടുള്ള ടെർമിനോളജീസ് യൂസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് സാധാരണയായി PSC ഈ പറയുന്ന സെക്ഷനിൽ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ സിമിലർ ആയിട്ടുള്ള ടെർമിനോളജീസ് എന്ന് പറയുന്നത് കണ്ടാൽ ഒരുപോലെ ഇരിക്കുന്ന വാക്കുകൾ അല്ലെങ്കിൽ പദങ്ങൾ, അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ സാധാരണ ബയോളജിയിൽ PSC തലത്തിൽ ക്വസ്റ്റ്യൻസ് ഇടാറുണ്ട്. അപ്പോൾ ഈ പദങ്ങൾ ചിലപ്പോൾ ക്വസ്റ്റ്യൻ ആസ് സച്ച് ക്വസ്റ്റ്യനിലായിരിക്കും കാണുന്നത്, ചിലപ്പോൾ അത് നമ്മുടെ ഓപ്ഷനുകളിലായിരിക്കും കാണുന്നത്. അപ്പോൾ അത്തരത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില സിമിലർ ആയിട്ടുള്ള വേർഡ്സ് ഏതൊക്കെയാണ് എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം. ഒന്നാമത്തെ ആൾക്കാരാണ് ടെറ്റനി വേഴ്സസ് ടെറ്റനസ്. സാധാരണ എല്ലാ ഉദ്യോഗാർത്ഥികളും തെറ്റിക്കാറുള്ള ഒരു സെക്ഷനാണ് ടെറ്റനി ആൻഡ് ടെറ്റനസ്. അതുകൊണ്ട് തന്നെ PSC അത് സ്ഥിരമായി ചോദിക്കാറുമുണ്ട്. എന്താണ് ടെറ്റനി അല്ലെങ്കിൽ എന്താണ് ടെറ്റനസ്? ഈ രണ്ട് പദങ്ങൾ തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ, അല്ലെങ്കിൽ ഇത് രണ്ടും സെപ്പറേറ്റഡ് ആണോ? നമുക്ക് നോക്കാം എന്താണെന്ന്. തീർച്ചയായിട്ടും ഈ രണ്ട് പദങ്ങളും ഒന്നല്ല, ഇത് രണ്ടും രണ്ടാണ്. എങ്ങനെയാണ് ഇത് രണ്ടും രണ്ടാണ് എന്ന് നമ്മൾ പറയാൻ സാധിക്കുന്നത്? നമുക്ക് നോക്കാം. ടെറ്റനി എന്ന് പറയുന്നത് എന്താണ്? ടെറ്റനി എന്ന് പറയുന്നത് ഒരു ഹോർമോണിൻ്റെ കുറവ് കാരണം ഉണ്ടാകുന്ന ഒരു അസുഖമാണ്. ഹോർമോണിൻ്റെ കുറവ് കാരണം ഉണ്ടാകുന്ന ഒരു അസുഖമാണ് നമ്മൾ ടെറ്റനി എന്ന് പറയുന്നത്. അതേസമയം ടെറ്റനസ് ആണെങ്കിലോ ഇതൊരു ഇൻഫെക്ഷ്യസ് ഡിസീസാണ്. ഇതൊരു ബാക്ടീരിയ കാരണം ഉണ്ടാകുന്ന ഒരു അസുഖമാണ്, ബാക്ടീരിയ. അപ്പോൾ എല്ലാ തവണയും ഇത്തരത്തിലൊരു ചോദ്യം വരുമ്പോൾ ഉദ്യോഗാർത്ഥികൾ പല രീതിയിലും കൺഫ്യൂസ്ഡ് ആകാറുണ്ട്. എന്നാൽ അത് ശ്രദ്ധിക്കുക, അത്തരത്തിലുള്ള ടെൻഷൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ ടെറ്റനി എന്ന് പറയുന്നത് ഒരു ഹോർമോണിൻ്റെ കുറവ് കാരണം ഉണ്ടാകുന്ന പ്രശ്നമാണ്. അതോടൊപ്പം തന്നെ ടെറ്റനസ് എന്ന് പറയുന്നത് ഒരു ഇൻഫെക്ഷ്യസ് ഡിസീസാണ്, ബാക്ടീരിയ കാരണം ഉണ്ടാകുന്ന ഒരു അസുഖമാണ്. ഇനി ഏത് ഹോർമോണിൻ്റെ കുറവ് കാരണമാണ് ടെറ്റനി ഉണ്ടാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരമാണ് പാരാത്തോർമോൺ. പാരാത്തോർമോൺ നമ്മുടെ തൈറോയിഡ് ഗ്രന്ഥിയുടെ അടുത്ത് കിടക്കുന്ന പാരാതൈറോയിഡ് ഗ്രന്ഥി നിർമ്മിക്കുന്ന ഒരു ഹോർമോണാണ് പാരാത്തോർമോൺ. ഈ പാരാത്തോർമോണിൻ്റെ അഭാവം കാരണം ഉണ്ടാകുന്ന പ്രശ്നമാണ് ടെറ്റനി. എന്നാൽ ടെറ്റനസ് എന്ന് പറയുന്നതോ, നമ്മൾ തുരുമ്പ് കൊണ്ട് നമ്മുടെ ശരീരത്തിൽ ഒരു മുറിവുണ്ടായാൽ ഈ തുരുമ്പ് എന്ന് പറയുന്ന വസ്തുവിൽ കാണപ്പെടുന്ന ചില ബാക്ടീരിയ, ക്ലോസ്ട്രീഡിയം ടെറ്റനൈ എന്നറിയപ്പെടുന്ന ഒരു ബാക്ടീരിയ ഉണ്ട്. ഇവൻ നമ്മുടെ തുരുമ്പിലുണ്ടെങ്കിൽ ഈ തുരുമ്പ് കൊണ്ട് നമ്മുടെ ശരീരത്തിൽ ഒരു വൂണ്ട് ഉണ്ടാകുകയാണെങ്കിൽ ഇതുവഴി നമ്മുടെ ശരീരത്തേക്ക് ഇൻഫെക്റ്റഡ് ആകുന്നു. ഇതിനെയാണ് നമ്മൾ ടെറ്റനസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഏത് ബാക്ടീരിയ ആണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കുക. അതിൻ്റെ പേരാണ് ക്ലോസ്ട്രീഡിയം ടെറ്റനി. ക്ലോസ്ട്രീഡിയം ടെറ്റനി. അപ്പോൾ ടെറ്റനസും ടെറ്റനിയും രണ്ടാണെന്ന് നമുക്കറിയാം. അതിൻ്റെ കോസേറ്റീവ് ഓർഗാനിസം വഴി നമുക്കതിൻ്റെ വ്യത്യാസം മനസ്സിലായി. നമ്മൾ ടെറ്റനി എന്ന് പറയുന്നത് ഒരു ഹോർമോൺ ഡിസീസാണ്, അതേസമയം ടെറ്റനസ് എന്ന് പറയുന്നത് ഒരു ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള ബാക്ടീരിയൽ ഡിസീസാണ്. എന്നാൽ ഇതിൻ്റെ സിംറ്റംസ് എന്താണ്? ടെറ്റനി എന്ന് പറയുന്നത് നമ്മുടെ മസിൽ വളരെ ഹൈപ്പറായിട്ട് ട്വിച്ച്ഡ് സ്റ്റേറ്റിലാണ് കാണപ്പെടുന്നത്. അതായത് ആവശ്യമില്ലാതെ നമ്മുടെ മസിൽ കോൺട്രാക്ഷൻസ്, അതിനെയാണ് നമ്മൾ ഈ പറയുന്ന ടെറ്റനി എന്ന് പറയുന്ന കണ്ടീഷൻ പറയുന്നത്. എന്നാൽ ടെറ്റനസ് എന്ന് പറയുന്നതിൽ ഈ പറയുന്ന ടെറ്റനിയുടെ സിംറ്റംസും ഉണ്ട്. പക്ഷേ ടെറ്റനസ് എന്ന് പറയുന്നത് കുറച്ചും കൂടി നമ്മുടെ നെർവസ് സിസ്റ്റത്തെ ബാധിക്കുന്ന ഒരു തരത്തിലുള്ള ഒരു അസുഖമാണ്. അപ്പോൾ ടെറ്റനി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മോർ കോൺസെൻട്രേറ്റഡ് ടുവേർഡ്സ് ദി മസിൽ, വൈൽ ടെറ്റനസ് ഈസ് ആൻ ഓവറോൾ സിംറ്റംസ് അഫക്റ്റിംഗ് ദി നെർവസ് സിസ്റ്റം. അപ്പോൾ ഇതാണ് നമ്മുടെ ടെറ്റനിയും ടെറ്റനസും തമ്മിലുള്ള രണ്ട് പ്രധാനപ്പെട്ട വ്യത്യാസം. അപ്പോൾ ഇത് സാധാരണയായി കുട്ടികൾ തെറ്റിക്കാറുള്ളത് പതിവാണ്. അപ്പോൾ അത് നമ്മൾ അറിഞ്ഞിരിക്കുക. ഇനി നമ്മുടെ ഇതുപോലെ തന്നെ ഇനി ഏതെങ്കിലും ടേംസ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. രണ്ടാമത്തെ ഒരു കുറച്ച് ആൾക്കാരാണ് ഹെമറ്റോളജി, ഹെപ്പാറ്റോളജി, ഹെർപ്പറ്റോളജി. ഈ പറയുന്ന 3 ടേംസും പല ആൾക്കാരും തിരിച്ചാണ് പഠിച്ചു വച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് ഈ ടേംസ് എക്സാക്ട് മീനിങ് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തത് ഹെമറ്റോളജി. ഹെമറ്റോളജി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സ്റ്റഡി ഓഫ് ബ്ലഡ്. അപ്പോൾ നമ്മുടെ ബ്ലഡിനെ കുറിച്ചുള്ള പഠനമാണ് നമ്മൾ ഹെമറ്റോളജിയിൽ പറയുന്നത്. ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് ബ്ലഡ്. എന്നാൽ അതുപോലെ സിമിലർ ആയിട്ടുള്ളൊരു ടേമാണ് ഹെപ്പാറ്റോളജി. ഹെപ്പാറ്റോളജി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് ലിവർ,
പാൻക്രിയാസ് ആൻഡ് ഗോൾ ബ്ലാഡർ. അതിനെയാണ് നമ്മൾ ഹെപ്പാറ്റോളജി എന്ന് പറയുന്നത്. ചില സമയത്ത് അത് ലിവർ എന്ന് മാത്രമാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുള്ളത്. അപ്പോൾ ഹെപ്പാറ്റോളജി എന്ന് പറയുന്നത് ലിവർ, ഗോൾ ബ്ലാഡർ, അതോടൊപ്പം തന്നെ പാൻക്രിയാസ്, ഇതിനെ പറ്റിയിട്ടുള്ള പഠനമാണ് നമ്മൾ ഹെപ്പാറ്റോളജിയിൽ പഠിക്കുന്നത്. എന്നാൽ മൂന്നാമതും ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു ടേം ഉണ്ട്. അതിൻ്റെ പേരാണ് ഹെർപ്പറ്റോളജി. എന്താണ് ഹെർപ്പറ്റോളജി എന്ന് പറഞ്ഞാൽ? ഹെർപ്പറ്റോളജി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സ്റ്റഡി ഓഫ് ആംഫീബിയൻസ് ആൻഡ് റെപ്റ്റൈൽസ്. ഇറ്റ് ഈസ് എ സ്റ്റഡി ഓഫ് ആംഫീബിയൻസ് ആൻഡ് റെപ്റ്റൈൽസ്. അപ്പോൾ ശ്രദ്ധിക്കുക, ഹെമറ്റോളജി എന്ന് പറഞ്ഞാൽ നമ്മളെ ബ്ലഡിനെ കുറിച്ചുള്ള പഠനമാണ്. ഹെപ്പാറ്റോളജി എന്ന് പറഞ്ഞാൽ ലിവർ, പാൻക്രിയാസ്, ഗോൾ ബ്ലാഡർ, അതിനെക്കുറിച്ചുള്ള പഠനമാണ്. എന്നാൽ ഹെർപ്പറ്റോളജി എന്ന് പറയുന്നത് ആംഫീബിയൻസ്, ഉഭയജീവികളെ പറ്റിയും അതോടൊപ്പം തന്നെ ഉരകങ്ങൾ, റെപ്റ്റൈൽസിനെ പറ്റിയും. അപ്പോൾ പല ആൾക്കാർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ട്, സ്റ്റഡി ഓഫ് സ്നേക്സ് അല്ലേ ഹെർപ്പറ്റോളജി എന്ന്. സ്റ്റഡി ഓഫ് സ്നേക്സ് എന്ന് പറയുന്നത് ഒഫിയോളജിയാണ്. അതാരും തിരിഞ്ഞു പോകരുത്. എപ്പോഴും ഹെർപ്പറ്റോളജി എന്ന് പറയുന്നത് ആംഫീബിയൻസ്, റെപ്റ്റൈൽസ് എല്ലാത്തിനെയും കുറിച്ചുള്ള പഠനമാണ് ഹെർപ്പറ്റോളജി. സ്റ്റഡി ഓഫ് സ്നേക്സ് എന്ന് പറയുന്നത് ഒഫിയോളജിയാണ്. അപ്പോൾ അതെപ്പോഴും നമ്മൾ ഓർത്തു വയ്ക്കുക. ഇനി മൂന്നാമതായിട്ടും പല ആൾക്കാർക്കും കൺഫ്യൂഷൻ ഉള്ളൊരു കാര്യമാണ് ഡയബറ്റിസ് മെലിറ്റസ് ആൻഡ് ഇൻസിപ്പിഡസ്. For more classes, download PSCtalks.